പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ കമ്പനികൾ പ്രത്യേകമായ സ്ഥലങ്ങളിലൊക്കെയും ജോലി കിട്ടണമെങ്കിൽ തന്നെ ഇൻഷൂർ ചെയ്യണം എന്ന അവസ്ഥയിലേക്ക് ഗൾഫ് മേഖലയിൽ വരെ എത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ എല്ലാവരും ചെറിയവനെന്നോ വലിയവനെന്നോ പാമരനെന്നോ പണ്ഡിതനെന്നോ പണക്കാരനെന്നോ പണിക്കാരനെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടും കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇൻഷുറൻസ് എന്ന് നമുക്കറിയാം. ആകസ്മികമായ കഷ്ടനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് സുരക്ഷിതത്വവും വിജയകരവുമായ വ്യവസ്ഥിതി എന്ന് കൊത്തിഘോഷിക്കപ്പെടുന്ന ഇൻഷുറൻസ് സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. സേവനത്തിന്റെ മേൽക്കുപ്പായത്തിനുള്ളിൽ സ്വാർത്ഥതയുടെ സ്വരൂപം ഒലിച്ചുവെക്കുന്ന മുതലാളിത്ത ചൂഷണത്തിന്റെ പ്രതീകമാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസിൽ പലിശയും ചൂതാട്ടത്തിന്റെയും മറ്റു അനിസ്ലാമികമായ കാര്യങ്ങളുടെയും സ്വാധീനം എത്രത്തോളമുണ്ടെന്ന് വരെ പലവരും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെയും അതിന്റെ ചില ഭൗതികമായ വശങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഇൻഷുറൻസ് കൊണ്ടുവരുന്നത് ഒരു അലസതാ മനോഭാവം വരുന്നുണ്ട്. അതിന്റെ ഒരു ധാർമ്മികമായ വശത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു അലസതാ മനോഭാവം, അതായത് എനിക്ക് എന്റെ ജീവന് എനിക്ക് അപകടം പറ്റിയാൽ ഇൻഷുറൻസ് കിട്ടും, അതല്ലെങ്കിൽ എന്റെ കഥ കത്തിപ്പിടിച്ചാൽ എനിക്ക് ഇൻഷുറൻസ് കിട്ടും എന്ന ധാരണ മനുഷ്യനെ ഒരു അലസത ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്റെ ശ്രോതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താ, എനിക്ക് എന്റെ കഥ കത്തിപ്പിടിക്കുന്നതിൽ, എന്റെ വാഹനത്തിന് അപകടം പറ്റുന്നതിൽ എനിക്കൊരു വേജാറുമില്ല. കാരണം എന്താ, ഇൻഷുറൻസ് കിട്ടുമല്ലോ എന്നൊരു ധൈര്യം ഇവനെ പിടികൂടുകയാണ്. അപ്പൊ ഒരു അലസതാ മനോഭാവം ഇവനെ ഇൻഷുറൻസ് എത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരുപാട് ഭാഗങ്ങൾ വിശദീകരിക്കാനുണ്ട്. ചില ഭാഗങ്ങൾ ഞാനൊന്ന് സൂചിപ്പിച്ചു പോകുകയാണ്. ഒന്ന്, പരസ്പര സ്നേഹം ഇല്ലാതെയാക്കുക എന്ന വലിയൊരു പ്രശ്നം ഇൻഷുറൻസിലുണ്ട്, അല്ലേ? നോക്കൂ നിങ്ങൾ, ഇപ്പൊ എന്റെ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ട്, അത് ഒരാളുടെ ദേഹത്ത് തട്ടിയാൽ ശബ്ദം ഓക്കല്ലേ? ഹലോ, ശബ്ദം കേൾക്കുന്നില്ലേ? നോക്കൂ, ഇൻഷുറൻസിന്റെ അവിടെ ഇപ്പൊ എന്റെ വാഹനം മറ്റൊരാളുടെ ദേഹത്ത് തട്ടി അവനിക്കെന്തെങ്കിലും പരിക്കു പറ്റിയാൽ എന്താ ഞാൻ പറയുന്നത്? കേസായിക്കോ, നീ അത് കേസായിക്കോ, എനിക്ക് ഇൻഷുറൻസ്, കേസായിക്കോ എന്ന് പറഞ്ഞ് ഇവന്റെ വഴിക്ക് പോകുകയാണ്. നേരെ മറിച്ച് ഇൻഷൂർ ഇല്ലെങ്കിലോ, എന്റെ ഒരു സുഹൃത്തിന് അപകടം പറ്റിയിട്ടുണ്ട്, അല്ലെ? അവന് എന്ത് വേണം? ഹോസ്പിറ്റലിൽ എത്തിക്കണം, അവനിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം പോലത്തെ ചിന്തകളിൽ നിന്നെല്ലാം ഇൻഷുറൻസ് മനുഷ്യനെ വഴിതിരിച്ചു വിടുകയാണ്. അപ്പോൾ കാരണം പലപ്പോഴും പല അപകടങ്ങളിലും കാണാം. ഈ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോ, നീ അത് കേസാക്കിക്കോ, എനിക്കൊരു വിഷയവുമില്ല, എനിക്ക് ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു പരസ്പര സ്നേഹത്തിന് തുരങ്കം വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇൻഷുറൻസ് എത്തുന്നുണ്ട്. പിന്നീടോ നോക്കി നിങ്ങൾ, പോളിസി ഉടമ, അതിന്റെ ഓരോ ഭാഗങ്ങളും ഇതിനൊരുപാട് സെക്ഷനുകളുണ്ട്. നോമിനേഷൻ, പോളിസി, ഇൻഷെയ്ഡ്, പ്രീമിയം എന്നൊക്കെയും പറഞ്ഞ് ഇതിന്റെ ഓരോ കമ്പനിക്കാർ ഓരോ വകുപ്പിന് നൽകുന്ന പേരുകൾ, ആ പേരുകളുടെ ഉദ്ദേശം എന്താണെന്ന് കൂടി സാധാരണക്കാർക്ക് തിരിയുമ്പോഴാണ് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവുക. അപ്പൊ ഞാനൊരു ഇൻഷുർ ചെയ്ത വ്യക്തിയാണെങ്കിൽ എന്റെ മക്കൾ വരെ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയുമോ? വാപ്പ പെട്ടെന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷൂറിന്റെ കായ് വലിയൊരു സംഖ്യ കിട്ടിയിരുന്നു, ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാമായിരുന്നു എന്ന ചിന്തയിലേക്ക് പോളിസി ഉടമയുടെ അവകാശികളെ, ഈ ഇൻഷൂർ ചെയ്തവന്റെ മരണശേഷമുള്ള അവകാശിയെ ആ ഒരു ചിന്തയിലേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം മനുഷ്യൻ ഇവിടെ സുഖകരമായി ജീവിക്കണം എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ചിന്ത. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം, കാര്യങ്ങൾ എല്ലാവരും ഇൻഷൂറുമായി ബന്ധപ്പെടുന്നവരായതുകൊണ്ട്
അതിന്റെ ഒരു ധാർമ്മികമായ വശമാണ് ഞാൻ പറയുന്നത്. എനിക്ക് പരിചയമുള്ള എന്റെ നാട്ടിലുള്ള 2 അഗതികളാവുന്ന പാവപ്പെട്ടവരായ 2 രക്ഷിതാക്കന്മാർ. അതിൽ ഒരു രക്ഷിതാവിന് ഏകദേശം ഒരു 9ഓളം മക്കളുണ്ട്. ഒരു രക്ഷിതാവിന് ഒരു 5 മക്കളുമുണ്ട്. ചുരുക്കത്തിൽ ഈ 9ഓളം മക്കളുള്ള പിതാവ് മരിക്കുകയാണ്. ഈ പിതാവ് മരിച്ച് ആ മക്കളൊക്കെയും വളരെ ചെറുപ്രായമാണ്, യത്തീം മക്കളാണ്. അവരുടെ അവസ്ഥ കണ്ട് എന്ത് ചെയ്യുകയാണ്, നാട്ടുകാർ എല്ലാവരും ആ യത്തീം മക്കളാവുന്ന ചെറുമക്കളെ എല്ലാവരും സോപ്പും വസ്ത്രവും അരിയും മറ്റു പല ഉപകാരപ്രദമായ കാര്യങ്ങളും ചെയ്ത് സഹായിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഈ 5 മക്കളുള്ള ഈ രക്ഷിതാവിന്റെ മക്കൾ പറഞ്ഞൊരു വാക്ക് ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. അതെന്താ, നമ്മുടെ വാപ്യം മരിച്ചിക്കണമെങ്കിൽ നമുക്ക് ഇതേമാതിരി സുഖമായി ജീവിക്കാമായിരുന്നു. ഒരു മനുഷ്യന്റെ ഒരു ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും ഓരോരുത്തരുടെയും ഒരു ചിന്ത എന്താ, വാപ്പ മരിച്ചാലും ശരി ആര് മരിച്ചാലും ശരി നമുക്ക് സുഖമായി ജീവിക്കണം. ആ യത്തീം മക്കൾക്ക് നാട്ടുകാർ സഹായിക്കുന്നത് കണ്ട് ഈ മക്കൾ എന്താ വിചാരിക്കുന്നത്, ഈ ഉപ്പയുള്ള കാരണം ഉപ്പാക്ക് വേണ്ടതുപോലെ വരുമാനമില്ല, ഉപ്പാക്ക് വേണ്ടതുപോലെ ജോലിയില്ല, അത് കാരണം നമ്മെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നമ്മുടെ ഉപ്പിയും മരിച്ചിക്കണമെങ്കിൽ അവർക്ക് കിട്ടും പോലെ നമുക്കും കിട്ടുമായിരുന്നു എന്ന ചിന്തയിലേക്ക് ഈ മരിക്കാത്ത പിതാവിന്റെ മക്കളെ എത്തിച്ച സംഭവം ഇന്നും ഞാൻ ഓർക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ വളരെ വ്യക്തമായി ചിന്തിക്കേണ്ടത്, ഈ ഇൻഷുറൻസ് കൊണ്ട്, അപകട ഇൻഷുറൻസ് കൊണ്ടൊക്കെയും വരുന്നൊരു കാര്യം എന്താ, വാപ്പ മരിച്ചാൽ നമുക്ക് സുഖമായി ജീവിക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോളിസി ഉടമയുടെ അവകാശികളെ എത്തിക്കുന്നുണ്ട്. ഇതൊക്കെയും അതിന്റെ ഒരു ധാർമ്മികമായ വശമാണ്. അതുപോലെ തന്നെ അല്ലാഹു തആലാന്റെ ഖളാ ഖദറുമായുള്ള ഒരു ബന്ധം അവനിക്ക് ഇല്ലാതെയായി പോകുന്നുണ്ടോ? കാരണം ഒരു അപകടം പറ്റുമ്പോ റബ്ബേ ജിന്നെ രക്ഷിക്കണേ എന്നുള്ള നല്ലൊരു മനസ്സ്, എപ്പോഴും അള്ളാഹുമായുള്ള ഒരു അഭേദ്യമായ ബന്ധം, എനിക്ക് അപകടങ്ങളൊന്നും വരുത്തരുത്, എന്റെ കച്ചവടത്തിൽ നഷ്ടങ്ങളൊന്നും വരുത്തരുത്, എന്റെ കച്ചവടം സുരക്ഷിതത്വമാക്കണേ. പക്ഷേ ഒരു ഇൻഷൂർ ചെയ്തവന് അങ്ങനെ ഒരു ചിന്തയില്ല. ആയിക്കോട്ടെ, എന്താച്ചായിക്കോട്ടെ, എന്ത് അപകടം പറ്റിയാലും, കഥ കത്തിപ്പൊരിച്ചാലും, കള്ളൻ കടന്നാലും, എന്ത് സംഭവിച്ചാലും, വാഹനം പോയി ഇടിച്ചാലും എല്ലാം ഇൻഷൂർ കിട്ടും എന്നുള്ള ഒരു തോന്നലിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നുണ്ട് എന്ന കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി ഇൻഷൂറിനെ ന്യായീകരിക്കുന്ന ചില ആളുകൾ, അത് ഹറാമാണ്, അതൊക്കെ ഞാൻ അതിലേക്ക് കടന്നു വരാം. ഇൻഷൂറിനെ ന്യായീകരിക്കുന്ന ചില ആളുകളുണ്ട്. അവര് കച്ചവടം നടത്തി ലാഭമാണ് നമുക്ക് തരുന്നത്, അല്ലെ? അങ്ങനെ ഒരു ചിന്ത പലവർക്കുണ്ട്. പല സാധാരണക്കാരും ഇൻഷൂറിനെ ന്യായീകരിക്കുന്ന ഒരു ഇതാണ്, അവര് കച്ചവടം നടത്തിയിട്ട് നമ്മൾ അടക്കുന്ന പൈസന്റെ അല്ലെങ്കിൽ സംഖ്യയുടെ ലാഭം തരികയാണെന്ന്. ഓക്കെ, ഞാൻ അത് സമ്മതിച്ചു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിക്കണം, അവർ കച്ചവടം, ഇൻഷുറൻസ് കമ്പനി നടത്തുന്ന കച്ചവടം ഒന്നിരിക്കൽ പലിശയുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിലുള്ള ഷെയർ ബിസിനസ്സിലാണ് ഇൻഷുറൻസ് കമ്പനി നമ്മളുടെ അടുക്കൽ നിന്ന് പ്രീമിയമായി വാങ്ങുന്ന സംഖ്യ ഉപയോഗപ്പെടുത്തുന്നത് എന്ന കാര്യം മറന്നുപോകരുത്. കാരണം നമ്മൾ അടക്കുന്ന സംഖ്യകൾ അവർ പലിശക്ക് കൊടുത്തു ലാഭമുണ്ടാക്കുകയാണ്. ഈ പലിശക്ക് കൊടുത്ത് ലാഭമുണ്ടാക്കാനുള്ള ഒരു സഹായം നമ്മളുടെ ഭാഗത്തിൽ നിന്നുണ്ടാവുന്നു. വിശുദ്ധമായ ഇസ്ലാം അങ്ങേയറ്റം നിശിതമായി എതിർത്ത പലിശ ഇടപാടിനെ സഹായിക്കാനുള്ള ഒരു സഹായം ഈ പ്രീമിയം അടക്കൽ കാരണം, ഇൻഷുറൻസിൽ നമ്മൾ ചേരൽ കാരണം സംഭവിക്കുന്നു എന്ന കാര്യം മറക്കരുത്. ഇനി അവര് കച്ചവടം ചെയ്യുകയാണെങ്കിൽ തന്നെ ഇന്ത്യൻ വിപണിയിലുള്ള ഷെയർ ബിസിനസ്സിലാണ് അവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യൻ കമ്പനികൾ നടത്തുന്ന ഷെയർ ബിസിനസ് പരിശോധിച്ചാൽ ഒരിക്കലും തന്നെ ഇസ്ലാമികമായ വശങ്ങൾ അതിലില്ല.
ഇസ്ലാം അംഗീകരിച്ച രൂപത്തിലുള്ള ഷെയർ ബിസിനസ് അല്ല വാസ്തവത്തിൽ ഒരു കമ്പനിയും ഇവിടെ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സംഖ്യ അവർ കച്ചവടം ചെയ്ത് ലാഭമാണ് നമുക്ക് തരുന്നത് എന്ന ന്യായീകരണം ഇൻഷൂർ അനുവദനീയമാവാൻ അല്ലെങ്കിൽ നിഷിദ്ധമാവാതിരിക്കാൻ ഒരിക്കലും ന്യായം അല്ല. കാരണം നമ്മൾ കൊടുക്കുന്ന സംഖ്യ പലിശക്ക് കൊടുത്തും അനിസ്ലാമികമായ ബിസിനസ് നടത്തിയിട്ടുമാണ് അവർ ലാഭമുണ്ടാക്കുന്നത്. ആ നിലക്കും ഈ ഇൻഷുറൻസ് ഹറാമ് തന്നെയാകുന്നു. ഇനി എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ എല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വാസ്തവത്തിൽ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു പലിശ ഇടപാടാകുന്നു. ഒരു പലിശ ഇടപാടാകുന്നു. എങ്ങനെയാണ് ഇതൊരു പലിശ ഇടപാടാകുക എന്ന് പലപ്പോഴും സാധാരണക്കാർ ചിന്തിക്കാറുണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ ആദ്യം പലിശയുടെ ഇനങ്ങൾ ഒന്ന് സാന്ദർഭികമായി അറിയുമ്പോഴാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു പലിശ ഇടപാടാണെന്ന് ആർക്കും വ്യക്തമാകും. കാരണം സാധാരണക്കാരുടെ ഹൃദയത്തിൽ പലിശ എന്ന് പറഞ്ഞാൽ ഒന്നു മാത്രമാണ്, അത് കടമിടപാടു പലിശ. ഒരു സംഖ്യ കടം കൊടുക്കുമ്പോൾ ഇന്ന സംഖ്യ എനിക്ക് അധികമായി തിരിച്ചു തരണമെന്ന വ്യവസ്ഥാപിതമായുള്ള ഒരു കടമിടപാടു മാത്രമേ പലിശയാവുകയുള്ളൂ, ഹറാമാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ടത് പലിശ 4 വകുപ്പുണ്ട്. പലിശ 4 വകുപ്പുണ്ട്. ഇത് തിരിയുമ്പോഴാണ് ഇൻഷുറൻസ് ഒരു പലിശ ഇടപാടാണെന്നും അത് നിഷിദ്ധമാണെന്നും അതിൽ ചേരാൻ പാടുകയില്ല ഏത് വകുപ്പിലുള്ള, അത് വിവാഹ ഇൻഷുറൻസ് ആവട്ടെ, വിദ്യാഭ്യാസ ഇൻഷുറൻസ് ആവട്ടെ, അല്ലെങ്കിൽ അപകടകരമായ ലൈഫ് ഇൻഷുറൻസ് ആവട്ടെ, ഏത് ഇനത്തിൽപ്പെട്ട ഇൻഷുർ ആയാലും അതൊരു പലിശ ഇടപാടാണ്. കാരണം പലിശ, ഒന്നാമത്തെ പലിശ വർധനവ് പലിശ അഥവാ ഏറ്റക്കുറച്ചിലൂടെ പലിശ വന്നു ചേരുന്ന വസ്തുക്കൾ കൈമാറുമ്പോൾ ഉണ്ടാകുന്ന വർധന. അതുപോലെ തന്നെ രണ്ടാമത്തത് കൈവശ പലിശ. പലിശ വന്നു ചേരുന്ന വസ്തുക്കൾ വക്കമായി കൈമാറുന്നതിനു മുമ്പ് ഇടപാടുകാരിൽ ആരെങ്കിലും സ്ഥലം വിടുക. മൂന്നാമത്തെ പലിശ അവധി പലിശ. ക്രിയവിക്രം നടത്തുന്ന പലിശ വന്നു ചേരുന്ന വസ്തുക്കളിൽ വല്ലതിനും അവധി നിശ്ചയിക്കുക. ഈ 3 പലിശയും വന്നു ചേരുന്നത് കച്ചവടത്തിലാണ്, ബിസിനസ്സുകളിലാണ്. അവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, സ്വർണത്തിനു പകരം വിൽക്കുമ്പോൾ, വെള്ളിക്കു പകരം വിൽക്കുമ്പോൾ, പണത്തിനു പകരം കൈമാറ്റം നടത്തുമ്പോൾ അവിടെ പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അവിടെ പലിശ വരും. ഇവിടെ ഇൻഷുറൻസിൽ സംഭവിക്കുന്നതെന്താ? നമ്മൾ ഓരോ മാസവും ഒരു നിശ്ചിത സംഖ്യ പ്രീമിയം എന്ന പ്രത്യേകമായ രൂപത്തിൽ അടക്കുന്നു. എന്നിട്ട് അതിൻ്റെതായ കാലാവധി പൂർത്തിയാകുമ്പോൾ അതിന്റെ ഇരട്ടിയോ അല്ലെങ്കിൽ കമ്പനി നിശ്ചയിക്കുന്ന നാം കൊടുത്ത സംഖ്യയേക്കാൾ അമിതമായ ഒരു സംഖ്യ നമുക്ക് തരുന്നു. നമ്മുടെ കോതാമ്പുഴ ബാബു ഉസ്താദിന്റെ ഉദാഹരണം കടമെടുത്തു പറഞ്ഞാൽ, ഒരാൾ തന്റെ ജീവനോ സ്വത്തോ 20,000 രൂപക്ക് ഇൻഷൂർ ചെയ്യുന്നുവെന്ന് സങ്കല്പിക്കുക. ഇൻഷുറൻസ് കമ്പനിക്ക് മാസാന്തം 50 രൂപ പ്രീമിയം അടക്കുന്നുവെന്നും സങ്കല്പിക്കുക. പ്രീമിയ തുക 50 രൂപ വീതം 20 തവണ അടച്ചപ്പോഴേക്കും ഇൻഷൂർ ചെയ്ത സംഭവം മരണം അല്ലെങ്കിൽ ധനനാശം സംഭവിച്ചു. കരാരനുസരിച്ച് 20,000 രൂപ കമ്പനി നഷ്ടപരിഹാരം നൽകി. ഇവിടെ 1000 രൂപ അടച്ചതിനു 20,000 രൂപ തിരിച്ചു ലഭിച്ചു. 19,000 രൂപ എന്തിനു പകരമായാണ് കൈപ്പറ്റിയത്? അത് ഒന്നിനെയും പ്രതിനിധാനം ചെയ്യുന്നില്ല. അത് കേവലം വർധന മാത്രമാണ്. ഈ വർധന കമ്പനി നൽകാൻ കാരണമെന്താ? ഒരു കാരണം മാത്രമേയുള്ളൂ. ഇൻഷുറൻസ് ഇടപാട് നടത്തുകയും
തദനുസാരം അടക്കേണ്ട പ്രീമിയം അടക്കുകയും ചെയ്തു. ഇതു മാത്രമാണ് കാരണം. പ്രീമിയം അടച്ച പകരം പോളിസി സംഖ്യ കൈപ്പറ്റി. അപ്പോൾ ഇവിടെ ധനകൈമാറ്റവും വ്യാപാരവും നടന്നു. വ്യാപാരത്തിന്റെ അല്ലെങ്കിൽ കച്ചവടത്തിന്റെ നിർവചനത്തിൽ ഈ ഇടപാടും പെടുന്നു. ധനത്തിനു പകരം ധനം കൈമാറുക എന്നാണല്ലോ കച്ചവടത്തിന്റെ നിർവചനം. ഇത് എല്ലാ ഫിഖിന്റെ കിതാബുകളും നോക്കിയാൽ കാണാം. ഇനി എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ടത്, പണത്തിനു പകരം പണം നൽകിക്കൊണ്ടുള്ള കച്ചവടമായതുകൊണ്ട് പലിശ വന്നു ചേരുന്ന കച്ചവടത്തിലെ ഉപാധികൾ അത് ലംഘിക്കാൻ പാടുള്ളതല്ല. എന്നാൽ ഇവിടെ കൈക്കു കൈ അഥവാ റൊക്കമായിരിക്കുക എന്ന നിയമവും തുല്യമായിരിക്കുക എന്ന നിയമവും ലംഘിച്ചും കൊണ്ടാണ് ഇവിടെ ഇൻഷുറൻസ് കമ്പനിയുമായി ഈ പണത്തിനു പകരം ഇടപാട് നടത്തുന്നത്. ആ നിലക്ക് നിഷിദ്ധമായ പലിശയുടെ വകുപ്പ് ഇൻഷുറൻസിൽ കടന്നുകൂടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇൻഷുറൻസ് തനിച്ച പലിശയുമായി ബന്ധപ്പെട്ടൊരു ഇടപാടാണ് ഫിഖിന്റെ വീക്ഷണത്തിൽ എന്ന് യാതൊരു സംശയവുമില്ല. ഇത്രയും പറഞ്ഞതിൽ നിന്ന് സാധാരണക്കാരാണ് നമ്മുടെ ശ്രോതാക്കളായതുകൊണ്ട് പലിശയുടെ എല്ലാ വകുപ്പും തിരിയാത്തതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു, സ്വർണത്തിനു പകരം വിൽക്കുമ്പോൾ, വെള്ളിക്കു പകരം വിൽക്കുമ്പോൾ, അതുപോലെ തന്നെ അരിക്കു പകരം വിൽക്കുമ്പോൾ, കോതമ്പിനു പകരം വിൽക്കുമ്പോൾ, പണത്തിനു പകരം കൈമാറ്റം നടത്തുമ്പോൾ അവിടെ 3 നിബന്ധന പാലിക്കണം. ഈ 3 നിബന്ധന പാലിക്കാതെ ഇടപാട് നടത്തിയാൽ ആ ഇടപാടിൽ പലിശ വന്നു ചേരും, നിഷിദ്ധമായ പലിശ വന്നു ചേരും. അപ്പോൾ ആ ഇടപാട് നിഷിദ്ധമായി തീരും, അതിലൂടെയുള്ള സമ്പാദ്യവും നിഷിദ്ധമായി തീരും. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുമായി പണത്തിനു പകരം പണം കൊണ്ട് ഇടപാട് നടത്തുകയാണ്, ധനമാറ്റ കച്ചവടം നടത്തുകയാണ്. സമമായിരിക്കുക, 1000 രൂപ കൊടുത്ത് 1000 രൂപ വാങ്ങുക. ഉദാഹരണം പറയാ, എന്റെ കൈവശം 100 രൂപ ചില്ലറയുണ്ട്, മറ്റൊരു വ്യക്തിയുടെ കൈവശം 100 രൂപയുടെ നോട്ടുണ്ട്. എനിക്കാവശ്യം നോട്ടാണ്, അവനിക്കാവശ്യം ചില്ലറയാണ്. നമുക്കിവിടെ നോട്ടിനു പകരം ചില്ലറ വിൽക്കാം. പക്ഷേ നിബന്ധന പാലിക്കണം. 90 രൂപക്കു പകരം 100 രൂപ ചേഞ്ച് കച്ചവടം നടത്താൻ പറ്റുകയില്ല. 100 രൂപ നോട്ട് കൊടുക്കുമ്പോൾ പകരമായി അതേ സംഖ്യ വരുന്ന 100 രൂപ ചില്ലറയാവണം. അതുപോലെ തന്നെ അവിടെ അവധി നിശ്ചയിക്കാൻ പാടില്ല. ചില്ലറ ഇന്നു തരാം, നോട്ട് നിനക്കു ഞാൻ നാളെയും തരാം. ഇങ്ങനെ അവധി നിശ്ചയിച്ച കച്ചവടം പറ്റുകയില്ല. അപ്പൊ പണത്തിനു പകരം പണം എന്ന ഇടപാട് നടത്തുമ്പോൾ അവിടെ ഇസ്ലാം നിർദ്ദേശിച്ച നിബന്ധനകൾ പാലിക്കാത്തത് കൊണ്ട് ഇൻഷുറൻസ് ഇടപാടിൽ പലിശ വന്നു ചേരുന്നു. ആ നിലക്ക് ഫിഖിന്റെ വീക്ഷണത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടാണ് ഇൻഷുറൻസ് ഇടപാട്. ഏത് നിലക്കുള്ള ഇൻഷുറൻസ് ആയാലും അതിലെല്ലാം വിശുദ്ധമായ ഇസ്ലാം അതിശക്തമായ ഭാഷയിൽ നിഷിദ്ധമാക്കിയ പലിശ വന്നു ചേരുന്നത് കൊണ്ട് ആ ഇടപാട് ഹറാമാണ്. അത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും കേരളത്തിലെ എല്ലാ പണ്ഡിതന്മാരും ഇൻഷുറൻസ് കമ്പനിയുമായി നടത്തുന്ന എല്ലാ ഇടപാടുകളും നിഷിദ്ധമാണെന്നും ഹറാമാണെന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തട്ടെ. ആധുനിക ലോകത്ത് ജീവിക്കുന്ന വിരലിൽ എണ്ണാവുന്ന ചില പണ്ഡിതന്മാർ ആധുനിക യുഗത്തിനൊപ്പിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങളെ വളച്ചൊടിക്കുന്ന
വിരലിൽ എണ്ണാകുന്ന ചില പണ്ഡിത വേഷധാരികൾ ഇൻഷുറൻസ് അനുവദനീയമാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരുടെ ഭാഗത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നേക്കാം. വണ്ടി ഇൻഷുർ ചെയ്യൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ ചില ജോലി ലഭിക്കണമെങ്കിൽ ഇൻഷുർ നിർബന്ധമാണ്. അപ്പോൾ എന്തു ചെയ്യും? നിർബന്ധിത സാഹചര്യത്തിൽ ചിലപ്പം നമുക്ക് ചില കാര്യങ്ങളിൽ ഇളവ് ലഭിച്ചാലും പൊതുവിൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഏത് വകുപ്പിലുള്ള ഇൻഷുർ ആണെങ്കിലും എല്ലാ നിലക്കും ഇത് ഹറാമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് അവസാനമായി ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഇതിന്റെ എല്ലാ വശങ്ങളും എന്തുകൊണ്ടാണ് ഇൻഷുർ ഹറാമാവാൻ കാരണമെന്നും അതിന്റെ എല്ലാ വശങ്ങളും വിശദമായി പഠിക്കാൻ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യോത്തര വേദികളെ കൊണ്ട് മാത്രം സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇന്ന് കേരളത്തില് ഫിഖ്ഹിയായ വിഷയങ്ങളിൽ ആധികാരികമായി വിഷയങ്ങൾ പറയാൻ അർഹതയുള്ളൊരു പണ്ഡിതൻ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കോതാമ്പുഴ ബാവ ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ആയുസ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ എല്ലാവരോടും ഇതൊരു വിശാലമായ പഠനം. കാരണം ഞാൻ നേരത്തെ ആമുഖത്തിൽ ഉണർത്തിയതുപോലെ പണക്കാരനെന്നും പനിക്കാരനെന്നും മുസ്ലിമെന്നും അമുസ്ലിമെന്നും പുരുഷനെന്നും സ്ത്രീയുമെന്നും ആരും വ്യത്യാസമില്ലാതെ ഒരാൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രൂപത്തില് ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് ഇൻഷുറൻസ്. അതുകൊണ്ട് അതിനെപ്പറ്റൊരു വിശാലമായ പഠനം ഓരോരുത്തരും ഇത് ചേരാൻ പറ്റുമോ, എന്തുകൊണ്ട് ഇത് ചേരാൻ പറ്റില്ല, അതിന്റെ വശങ്ങൾ മനസ്സിലാക്കാൻ വിശാലമായി പഠിക്കാൻ താല്പര്യമുള്ളവര് മഹാനായ കോതാമ്പുഴ ബാബ ഉസ്താദ് ഇൻഷുറൻസും ഷെയർ ബിസിനസും ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങൾ നോക്കി എന്തുകൊണ്ട് ഇൻഷുർ ഹറാമായി, എന്തുകൊണ്ട് അതിൽ ചേർന്നുകൂടാ, ഈ പറയുന്ന ന്യായീകരണങ്ങൾക്കൊക്കെയും എന്താണ് അതിനു മറുപടി എന്നൊക്കെയും നമുക്ക് സംശയം തീരുന്ന രൂപത്തിലുള്ള നല്ലൊരു ഗഹനമായ ചെറിയ പുസ്തകമാണെങ്കിലും ഗഹനമായ ചർച്ച തന്നെ മഹാനായ കോതാമ്പുഴ ബാവ ഉസ്താദ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെല്ലാവരും, എല്ലാ ശ്രോതാക്കളും അത്തരമൊരു പുസ്തകം വാങ്ങി വായിച്ച് ഇൻഷൂറുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ഒരു നിർബന്ധിത സാഹചര്യമില്ലാതെ ഒരു അപകടം വരുന്ന സമയത്ത് ഇൻഷൂർ കിട്ടാൻ വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്ന വ്യക്തികളെ കാണുമ്പോ ഇതിന്റെ തെറ്റായ വശങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കോരോരുത്തർക്കും ഇത് സംബന്ധമായ ഒരു വിജ്ഞാനം ആവശ്യമാണ് എന്ന നിലക്കാണ് ഞാൻ കോതാമ്പുഴ ഉസ്താദിന്റെ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താൻ കാരണം. ഇനിയും ഇതിന്റെ മറ്റു വശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ചർച്ച നമ്മൾ ചോദ്യോത്തരത്തിൽ നടക്കുമ്പോൾ മറ്റു ചോദ്യങ്ങൾ അയച്ച ശ്രോതാക്കൾക്ക് വിഷമമാകും എന്ന നിലക്ക് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം ഇൻഷൂർ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇയാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനൊരു നോമിനേഷൻ നടക്കുന്നുണ്ട്. ഉദാഹരണം പറയാ, ഞാൻ ഒരു ഇൻഷൂറിൽ അംഗമായി, ഞാനൊരു പോളിസി ഉടമയായാൽ എന്റെ മരണശേഷം ഈ സംഖ്യ ആർക്കാണ് കൊടുക്കേണ്ടത്, ഒരു നോമിനേഷൻ നമ്മൾ ഇതിന്റെ ഒപ്പം എഴുതി ചേർക്കേണ്ടതുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്റെ മരണശേഷം ഈ സംഖ്യ ഇന്നാലിന്ന ആൾക്ക് എന്ന് പറയുമ്പോ ഒരാളുടെ മരണത്തിന്റെ ശേഷം ബന്ധിപ്പിക്കപ്പെടുന്ന വിഷയം, അതിന്റെ നിയമം വസിയ്യത്താണ്. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ, ഈ ഒരു വിഷയത്തിന്റെ ഫിഖ്ഹിയായ മസ്അലകളുടെ ആയത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ്
ഇതിലുള്ള വലിയ വലിയ അപാകതകൾ തീരുക. എന്റെ മരണത്തിന്റെ ശേഷം ഈ സ്വത്ത് ഇന്നാലിന്ന ആൾക്കാണെന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു വസിയ്യത്തിന്റെ നിയമമാണ് വരുന്നത്. പക്ഷേ ഇവിടെ വസിയ്യത്തിന്റെ നിയമം യോജിക്കുന്നില്ല. കാരണം ഞാൻ അടച്ച പ്രീമിയം തുകയേക്കാൾ സംഖ്യയേക്കാൾ വലിയ സംഖ്യ പലിശയുമായി ബന്ധപ്പെട്ട സംഖ്യയാണ് എന്റെ മരണശേഷം എന്റെ ഭാര്യയെ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റൊരു നോമിനേഷൻ ചെയ്ത വ്യക്തിക്ക് ഞാൻ എഴുതി കൊടുക്കുന്നത്. ഈ അവകാശിക്ക് എനിക്ക് അവകാശമില്ലാത്ത സംഖ്യയാണ് മരണശേഷം വസിയ്യത്ത് ചെയ്യുന്നത് എന്നതും, അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഒരാളുടെ സ്വത്ത് അങ്ങനെ വസിയ്യത്ത് ചെയ്യാൻ പറ്റുമോ? അത് മറ്റൊരു വിഷയമാണ്. വളരെ ശ്രദ്ധിക്കണം. എന്റെ സ്വത്ത് എന്റെ മരണശേഷം എന്റെ ഭാര്യയ്ക്ക് മാത്രമാണ്. എന്റെ മറ്റു അവകാശികൾ ഉണ്ടായിരിക്കെ എന്റെ സ്വത്ത് പൂർണ്ണമായും എന്റെ മരണശേഷം അത് ഭാര്യയ്ക്ക് എഴുതി കൊടുക്കുക പോലോത്ത മരണവുമായി ബന്ധപ്പെട്ട വസിയ്യത്തിന്റെ മസ്അലയും ഈ ഇൻഷൂറുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ചർച്ചയ്ക്ക് വരേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു സുദീർഘമായ ചർച്ചയാകുമ്പോൾ വിഷയം വല്ലാതെ നീളും എന്ന് ഭയപ്പെട്ടതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് വിശാലമായ പഠനം ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു എളുപ്പമാർഗം, സാധാരണക്കാർക്ക് പ്രത്യേകിച്ചുമുള്ള ഒരു എളുപ്പമാർഗമാണ് കോതാമ്പുഴ ഉസ്താദിന്റെ ഇൻഷുറൻസും ഷെയർ ബിസിനസും ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന പുസ്തകം നമ്മുടെ സമ്മേളന നഗരികളിലും അതുപോലെ തന്നെ SYSന്റെ ബുക്ക് സ്റ്റാളുകളൊക്കെയുമായി ബന്ധപ്പെട്ടാൽ എന്തുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാം ഈ ഇൻഷൂർ എന്ന ഇടപാടിനെ നിഷിദ്ധമാക്കാൻ കാരണമെന്നും, എനിക്ക് നാളെ ആഖിറം നഷ്ടപ്പെടുകയാണ് വേണ്ടത്. കാരണം ഭൗതികമായ ജീവിതത്തിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ഇൻഷുറൻസിലൂടെ മനുഷ്യന് സമാധാനം നൽകുന്നുണ്ട് എന്ന ന്യായീകരണങ്ങളൊക്കെയും പലവരും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരം സംശയങ്ങളൊക്കെയും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെയോ അല്ലാത്ത നിലക്കോ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്കതിന് പരിഹാരം കാണാം. കാരണം മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. അപ്പൊ ഞാൻ വലിയ ഒരു സംഖ്യ മുടക്കി വലിയ ഒരു കച്ചവടം തുടങ്ങി, എനിക്കും മനസ്സിനു സമാധാനമില്ല. ഈ കഥ കത്തിയാൽ എന്റെ സംഖ്യ നഷ്ടപ്പെടുകയല്ലേ? ഈ കഥ ആരെങ്കിലും കൊള്ളയടിച്ചാൽ എന്റെ സംഖ്യ നഷ്ടപ്പെടുകയല്ലേ? പക്ഷേ ഇൻഷൂർ ചെയ്യലോടുകൂടെ എനിക്ക് സമാധാനായി, ഞാൻ സുഖമായി കിടന്നുറങ്ങുകയാണ്. കാരണം കഥ കൊള്ളയടിച്ചാലും അത് കത്തിപ്പിടിച്ചാലും എനിക്കൊരു ബേജാറില്ല. അത് ഇൻഷൂർ കമ്പനി എന്ത് ചെയ്യും? അപകടം പറ്റി ഇൻഷൂർ കമ്പനി പറയുന്ന നിയമങ്ങൾ ഒത്താൽ ഇവിടെ നമുക്കെന്ത് ചെയ്യും? നഷ്ടപരിഹാരം കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ഈ സമാധാനം ന്യായീകരിച്ച് ഇൻഷൂർ നല്ലതാണെന്ന് പറയുന്ന ചില പണ്ഡിത വേഷധാരികളുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരം മറുപടികളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ, ഞാൻ അതിന്റെ പലിശയുടെ ഇനങ്ങളൊക്കെ വിശദീകരിച്ചത് ഞാൻ ഒന്നുകൂടി പറയട്ടെ. നമ്മൾ ജ്വല്ലരിയിൽ നിന്ന് ആഭരണം കടം വാങ്ങുമ്പോൾ അവിടെ പലിശ വരുന്നുണ്ട് എന്ന് എത്ര പേർക്കറിയും? ഇന്ന് നമ്മളുടെ ഒരു മകളുടെ കല്യാണം, ഒരു പെങ്ങളുടെ കല്യാണം നിശ്ചയിച്ചു, 25 പവൻ ആഭരണം നൽകണം. പക്ഷേ ആ 25 പവൻ ആഭരണത്തിനുള്ള കാശ് എന്റെ കൈവശമില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ജ്വല്ലരിക്കാരനെ പോയി കാണുന്നു, എന്റെ മകളുടെ കല്യാണമാണ്, 25 പവൻ ആഭരണം വേണം, പക്ഷേ ആഭരണത്തിന് കാശില്ല, ഞാനൊരു 3 മാസം കഴിഞ്ഞിട്ട് തരാം, അവധി പറഞ്ഞ് ആഭരണം വാങ്ങുന്നു. പണം കൊടുത്ത് ഇന്ത്യൻ കറൻസി കൊടുത്ത് സ്വർണം കടം വാങ്ങുമ്പോൾ അവിടെ 2 നിബന്ധന വെക്കേണ്ടതുണ്ട്. ഒന്ന്, അവധി നിശ്ചയിക്കാതിരിക്കുക. അവധി നിശ്ചയിച്ചാൽ അവിടെ അവധി പലിശ വരുന്നു. പക്ഷെ ഇത് പറയുമ്പോൾ എന്റെ ശ്രോതാക്കൾ ചിന്തിച്ചേക്കും, ഉസ്താദേ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കും? ജീവിക്കാനെല്ലാം മാർഗങ്ങൾ പലതും ഉണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് എന്റെ സാധാരണക്കാർ, ഒന്നുകൂടി ആവർത്തനം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവരുത്, പക്ഷേ സാധാരണക്കാർ പലിശയുടെ ഇനങ്ങൾ മനസ്സിലാക്കാതെ
പലിശയുടെ ഇനങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരം ഇടപാടുകൾ ഹറാമാണോ ഹലാലാണോ എന്ന ചിന്തകൾ വരുന്നത്. പലിശയുടെ 4 വകുപ്പുകളും വ്യക്തമായി ഓരോരുത്തരും മനസ്സിലാക്കിയാൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകളിൽ പലിശ വന്നു ചേരുന്നുണ്ടോ എന്ന് വ്യക്തമായി ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പലിശ ഇടപാട് നടത്തുമ്പോൾ പലിശ വന്നു ചേരുന്ന വസ്തുക്കൾ, നാണയം, ഭക്ഷ്യവസ്തുക്കൾ, ഇവർ തമ്മിൽ കൈമാറ്റം നടത്തുമ്പോൾ, ഇടപാട് നടത്തുമ്പോൾ, കച്ചവടം നടത്തുമ്പോൾ അതിൽ പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ പലിശ വന്നു ചേരും. അപ്പൊ ഇൻഷുറൻസ് കമ്പനിയുമായി പണത്തിനു പകരം പണം കൊണ്ട് ഇടപാട് നടത്തുകയാണ്. അവരെ കൈമാറ്റം നടത്തുക, അവര് സമമാവാതിരിക്കുക, അത് കാരണം വരുന്ന പലിശ, അവധി നിശ്ചയിക്കുക, അത് കാരണം വരുന്ന പലിശയെല്ലാം ഈ ഇടപാടിൽ കടന്നു വരുന്നത് കൊണ്ട് തന്നെ പണ്ഡിതന്മാർ, ഭൂരിപക്ഷം പണ്ഡിതന്മാർ, കേരളത്തിലെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ എല്ലാ പണ്ഡിതന്മാരും ഇൻഷൂറുമായുള്ള എല്ലാ ഇടപാടുകളും, എല്ലാ ഇനങ്ങളിലുള്ള ഇൻഷൂറും ഹറാമ് തന്നെയാണ് ആധികാരികമായ ഫത്വ എന്നും സാന്ദർഭികമായി അറിയിച്ച് വിശാലമായ പഠനത്തിനുള്ള വഴി ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നു. ആ വഴി ഉപയോഗിച്ച് ആഖിറത്തില് പലിശയുമായി ബന്ധപ്പെട്ട ഭയാനകമായ ശിക്ഷയ്ക്കു പാത്രമാവാതിരിക്കാൻ എല്ലാവരും സാന്ദർഭികമായി ശ്രദ്ധിക്കണം എന്നും മാത്രം ഉണർത്തി തൽക്കാലം അടുത്ത ചോദ്യത്തിനു വേണ്ടി മൈക്ക് ഫ്രീ